ഹലോ ഡേസ്, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ആദ്യമായിട്ട് ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റിലും യൂറോപ്യൻ മാർക്കറ്റിലും പ്രോഫിറ്റ് ബുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. യൂറോപ്യൻ മാർക്കറ്റ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു, US മാർക്കറ്റ് മിക്സഡായ രീതിയിൽ ക്ലോസ് ചെയ്തു. ഇന്നിപ്പോൾ രാവിലെ ജപ്പാൻ മാർക്കറ്റ് എന്നാൽ 1% ഫർദറായിട്ട് വീണ്ടും ഫോളോ ആയിട്ടുണ്ട്. ഇന്നലെയും ഫോളോ ആയിരുന്നു 3%. ഇന്ന് US-ൻ്റെയും ജർമ്മനിയുടെയും ഇന്ത്യയുടെയും പലിശ നിരക്ക് സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങൾ, ഇൻഫ്ലേഷൻ ഡേറ്റ, പണപ്പെരുപ്പ നിരക്ക്, പലിശ നിരക്കല്ല പണപ്പെരുപ്പ നിരക്ക് വരുന്ന ഒരു ദിവസമാണ് ഇന്നുള്ളത്. 3 രാജ്യങ്ങളുടെ ഇൻഫ്ലേഷൻ ഡേറ്റ ഒരു സിംഗിൾ ഡേ വരുന്ന ഒരു ദിവസമാണ്. വളരെയധികം കെയർഫുൾ ആവുക. അതുപോലെ ബിറ്റ്കോയിൻ റാലി തുടരുകയാണ്. 72,000 എന്ന റേഞ്ച് ബ്രേക്ക് ചെയ്ത് 72,200 ബിറ്റ്കോയിൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. മറ്റുള്ള ഗ്ലോബൽ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് വരാം. നമ്മുടെ മാർക്കറ്റിലുള്ള ഇന്നത്തെ ലൈം ലൈറ്റിലുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് ആദ്യം പോകാം. ആദ്യം ഇൻഡിഗോ, രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ ഡൊമസ്റ്റിക് മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വിമാന കമ്പനിയായ ഇൻഡിഗോ, ഗംഗാവൽ എന്ന് പറയുന്ന രാകേഷ് ഗംഗാവൽ, ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് ഏകദേശം 5.8% ഇദ്ദേഹത്തിൻ്റെ നിക്ഷേപം കമ്പനിയിൽ നിന്ന് വിറ്റേക്കാമെന്നുള്ള ഒരു ന്യൂസ് ഇന്നുണ്ട്. ആദിത്യ ബിർള ഫിനാൻസായിട്ട് ഇവർ ലയിക്കുകയാണ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. ITC ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത് ബ്രിട്ടീഷ് അമേരിക്കൻ ടൊബാക്കോ എന്ന് പറയുന്നത് ITC എന്ന് പറഞ്ഞ കമ്പനിയിലെ ഏറ്റവും വലിയ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രൊമോട്ടർ ഗ്രൂപ്പാണ്. അപ്പോൾ അവർ ഈ ITCയുടെ ഏകദേശം ഒരു 2 മുതൽ 3 വരെ ബില്യൺ അതായത് $3 ബില്യൺ വർത്ത് വരുന്ന നിക്ഷേപം ബ്രിട്ടീഷ് അമേരിക്കൻ ടൊബാക്കോ ITCയിൽ നിന്ന് വിറ്റേക്കാമെന്നുള്ള ന്യൂസ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഓറോവിൻഡോ ഫാർമ ഒരു ഫാർമ കമ്പനിയാണ്. ആന്ധ്രാപ്രദേശിലെ അവരുടെ പ്ലാന്റിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ഇൻസ്പെക്ഷൻ നടത്തി അപ്രൂവൽ കൊടുത്തു എന്നുള്ള ന്യൂസ്. HIL കമ്പനി ഏകദേശം ക്രിസ്റ്റൽ പോളിസ്റ്റി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ 265 കോടി രൂപ കൊടുത്ത് പൂർണ്ണമായിട്ട് ഈ ഒരു കമ്പനീനെ അക്യൂർ ചെയ്തു HIL കമ്പനി. വിപ്രോ, ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള IT സ്ഥാപനമായ വിപ്രോ ന്യൂറ്റാക്സിൽ എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. പിറ്റി എഞ്ചിനീയറിംഗ് കമ്പനി 125 കോടി രൂപ മുടക്കി ബഗേറിയ ഇൻഡസ്ട്രീസിനെ അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ്. HJ ഇൻഫ്ര കമ്പനി, ഇവർ 900 കോടി രൂപ വർത്ത് വരുന്ന ഒരു റോഡ് കൺസ്ട്രക്ഷൻ വർക്ക് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് കിട്ടി. RK സ്വാമി കമ്പനി മാർക്കറ്റിംഗ് സർവീസ് പ്രൊവൈഡറാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ അവർ ലിസ്റ്റ് ചെയ്യും. 288 രൂപയായിരുന്നു ലിസ്റ്റിംഗ് പ്രൈസ് ഉണ്ടായിരുന്നത്. NSEയിലും BSEയിലും ഇന്ന് കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെടും. ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് കമ്പനി അവർ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. 135 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. SPC എക്സ്പോർട്ട് കമ്പനി 53 കോടി രൂപയുടെ ഓർഡർ കിട്ടി. കേഫിൻ ടെക് കമ്പനി, കൊട്ടാക് ബാങ്ക് കേഫിൻ ടെക്കിൽ ഏകദേശം ഒരു 2% സ്റ്റേക്ക് വിറ്റേക്കാമെന്നുള്ള ന്യൂസ്. അദാനി എൻ്റർപ്രൈസസ് കമ്പനി, ബോംബെയിലെ ധാരാവി ചേരി അത് റീഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഡർ അദാനി എൻ്റർപ്രൈസസിനാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള ന്യൂസാണ് ഈ ഒരു മൊമെൻറ്റിലുള്ളത്. മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ടാവും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക്, അതിൽ ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യാം. അതുപോലെ ഇന്നത്തെ ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ, ഇന്നത്തെ FNO ബാൻ, ഇന്നത്തെ മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ട്രേഡ് ബഡി എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിലെ ടാബിലാണുള്ളത്. അതും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലാണുള്ളത്. അതിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ബുക്ക് മാർക്ക് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ആക്സസ് ചെയ്യാം. ഇനി നമുക്ക് ഇന്നത്തെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി FISൻ്റെ ക്യാഷ് മാർക്കറ്റിൽ അവർ 4,212 കോടി രൂപയുടെ ബൈ നടത്തി. DISും 3,238 കോടി രൂപയുടെ ബൈ നടത്തി. ഓൾ ടുഗദർ അവർ ഏകദേശം ഒരു 8,000 കോടി രൂപക്കടുത്ത് ആഭ്യന്തര വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ ബൈ നടത്തി എന്നുള്ളതാണ്. ഇന്നലെ മാർക്കറ്റ് ഇടിഞ്ഞെങ്കിൽ കൂടിയും അവർ ബൈ നടത്തി എന്നുള്ളതാണ്. ഇനി FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ ലോങ് പൊസിഷൻ 40-ൽ നിന്ന് 41-ലേക്ക് വർദ്ധിപ്പിച്ചു. ഷോർട്ട് പൊസിഷൻ 60-ൽ നിന്ന് 59-ലേക്ക് കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഗ്ലോബൽ മാർക്കറ്റാണ്. ഗ്ലോബൽ മാർക്കറ്റ് കാണാം. നാസ്ഡാക്ക് ഏറ്റവും താഴെ 65 പോയിൻ്റ് ഇടിഞ്ഞിരുന്നു. ഡോ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരുന്നു. ഇന്ത്യ വിക്സ് ഇന്നലെ 3% സ്പൈക്ക് ഉണ്ടായിരുന്നു. MOX റഷ്യൻ മാർക്കറ്റ് ഗ്രീനിൽ അടച്ചു. FTSE, CAC 40, DAX തുടങ്ങിയ യൂറോപ്യൻ മാർക്കറ്റ് വളരെ ഫ്ലാറ്റായ രീതിയിൽ അവസാനിപ്പിച്ചു. ബിറ്റ്കോയിൻ കാണാം, 72,000, $3,750 ഉയർന്നു.
ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1% ഇടിവിലാണ്. അതിന് മുകളിലുള്ള ഏഷ്യൻ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ്. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $2181 പെർ ഔൺസ് എന്ന നിലയിൽ ഗോൾഡ് സസ്റ്റെയിൻ ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ്, വിപ്രോ, ICICI ബാങ്ക് എല്ലാം തന്നെ റെഡിലടച്ചു. റിലയൻസ് GDRൽ റെഡിലടച്ചു. HDFC ബാങ്ക് എന്ന ഫർദറായിട്ട് ഫോൾ ആയിട്ടില്ല. ഇത് നിഫ്റ്റിയുടെ വാല്യൂ ആണ്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് 3 ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റി ഉണ്ടായിരുന്നത് 22,400 എന്ന റേഞ്ചിലാണ്. ഇപ്പോൾ ഉള്ളത് 22,444 എന്ന റേഞ്ചിലാണ്. 40 പോയിൻറ്റിൻ്റെ അപ്പ് ഉണ്ടായി എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് നിഫ്റ്റിയും പോയിന്റുകളൊന്നും തന്നെ ചോർന്ന് പോയിട്ടില്ല എന്നുള്ളതാണ് ആശ്വസിക്കാൻ നൽകുന്ന ഒരു വാർത്ത. ഇന്ന് ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. സ്പോട്ടുള്ളത് 20,850 21,000 മേജർ റെസിസ്റ്റൻസ് സോൺ ഉള്ളത്. PCR 0.7 ആയിട്ട് കാണുന്നുണ്ട്. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 22,332 സ്പോട്ടുള്ളത്. 22,500 മേജർ റെസിസ്റ്റൻസ് സോണാണ്. വലിയ ഒരു റെഡ് ബാർ കാണാൻ സാധിക്കും. PCR 0.7 ആയിട്ട് നിഫ്റ്റിയുടെ കറൻറ്റ് വീക്കിലെ കോൺട്രാക്റ്റിലെ ഓപ്ഷൻ ഇൻട്രസ്റ്റ് അനുസരിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. വിശദമായിട്ടുള്ള മാർക്കറ്റ് ന്യൂസായിട്ട് വൈകിട്ട് 7 മണിക്ക് എത്താം. താങ്ക് യു ഓൾ.